സഹോദരങ്ങളെ, നമ്മളറിയേണ്ടത് നമ്മളൊക്കെ മുഅ്മിനുകളാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ സാധിക്കുന്നു എന്നതാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ. വിശ്വാസികൾ, മുഅ്മിനുകൾ മാത്രമാണ് ഇഖ്വത്ത്. അങ്ങനെ സ്നേഹിക്കാനാവുന്നവർ മറ്റാരുമില്ല. ആ സ്നേഹമാണ് ഞാനിന്നിവിടെ എത്തിപ്പെടാനുള്ള ഒരു കാരണം. നമ്മളറിയേണ്ടത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും, ലവ് ആൻഡ് ടു ബി ലവ്ഡ്, ഇതൊരു വല്ലാത്ത വികാരമാണ്. അതിന് കഴിയുക എന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. പ്രത്യേകിച്ചും എല്ലാ സ്നേഹങ്ങളും ഒരുപോലെയല്ല. ചില സ്നേഹങ്ങൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള സ്നേഹങ്ങളൊക്കെ ചില സ്വാർത്ഥ താല്പര്യങ്ങളെ കൊണ്ടാണ്. ചില സെൽഫിഷ് തിങ്കിങ്സ് ഉണ്ടാകും ഇതിൻ്റെ പിന്നിൽ. അതല്ലെങ്കിൽ ചിലർ കുടുംബ ബന്ധത്തിൻ്റെ പേരിൽ സ്നേഹിക്കും, അല്ലെങ്കിൽ സമ്പത്തിൻ്റെ പേരിൽ സ്നേഹിക്കും, സൗന്ദര്യത്തിൻ്റെ പേരിൽ സ്നേഹിക്കും, പദവികളുടെ പേരിൽ സ്നേഹിക്കും, പരസ്പരം കിട്ടാവുന്ന പ്രയോജനങ്ങളുടെ പേരിൽ സ്നേഹിക്കും. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉന്നതമായ ഒരു സ്നേഹമുണ്ട്. ഇതിനേക്കാളൊക്കെ ഉന്നതമായ ഒരു സ്നേഹം. ആ സ്നേഹം ഇസ്ലാം വരുന്നതിന് മുമ്പില്ല. ആ സ്നേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമൂഹത്തെ ജീവിച്ച് സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് ഇല്ല. അതൊരു വല്ലാത്ത സ്നേഹമാണ്. ഒരു ഡിക്ഷണറിയിലും ആ സ്നേഹത്തെക്കുറിച്ച് പറയില്ല. ആ സ്നേഹമാണ് അൽ ഹുബ്ബു ഫില്ലാഹ്, ലവ് ഫോർ ദ സേക്ക് ഓഫ് അല്ലാഹ്. അൽ ഹുബ്ബു ഫില്ലാഹ്. നമുക്കറിയാം, അത് ഞാൻ സൂചിപ്പിക്കേണ്ടതില്ല. ഇസ്ലാമിൻ്റെ ആവിർഭാവ ചരിത്രം ഹിജ്റയെക്കുറിച്ച് പറയേണ്ട ഘട്ടമാണ്. ഹിജ്റ നൽകിയ ഏറ്റവും വലിയ സമ്മാനമെന്ത് എന്ന ചോദ്യത്തിന് എനിക്ക് പറയാനുള്ള ഉത്തരം അൽ ഹുബ്ബു ഫില്ലാ എന്നതാണ്. മുഹാജിറുകൾ എല്ലാം വിട്ടൊഴിഞ്ഞ് ഒന്നുമില്ലാതെ ശൂന്യരായി മദീനയിലേക്ക് ചെന്നപ്പോൾ അൻസാറുകൾ അവർ ചേർത്ത് പിടിച്ചു. ആ ചേർത്ത് പിടിക്കലിൻ്റെ ചരിത്രം മനോഹരമാണ്. എങ്ങനെയാണ് ആ ചേർത്ത് പിടിക്കൽ ഉണ്ടായത്? എന്തായിരുന്നു ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനം? ഔസ് ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട യഥ്രിബ് നിവാസികൾക്ക് അങ്ങകലെ ദൂരെയുള്ള മക്കയിലെ മനുഷ്യരുമായി ഒരു കുടുംബ ബന്ധവും ഉണ്ടായിരുന്നില്ല, ഒന്നുമുണ്ടായിരുന്നില്ല. എന്നിട്ടും അവർ ചേർത്ത് പിടിച്ചു. അവർ തമ്മിൽ വ്യാപാര ബന്ധമുണ്ടായിരുന്നില്ല, ബിസിനസ് കണക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ചേർത്ത് പിടിച്ചു. ആ ചേർത്ത് പിടിക്കാനുള്ള പ്രേരകം പരിശുദ്ധ ഇസ്ലാമായിരുന്നു. ഇസ്ലാമിൻ്റെ അനിർവചനീയമായ ഭംഗിയായിരുന്നു, അതിൻ്റെ മധുരമായിരുന്നു, അതിൻ്റെ പ്രകാശമായിരുന്നു, ആ ആദർശത്തിൻ്റെ ശക്തിയായിരുന്നു. അതാണ് അൽ ഹുബ്ബു ഫില്ലാ. നമ്മളറിയേണ്ടത് അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം. അത് അവൻ്റെ സമ്പത്ത് കൊണ്ടല്ല, ഒരു വ്യക്തിയുടെ സമ്പത്ത് കണ്ടിട്ടല്ല, അവൻ്റെ പദവി കണ്ടിട്ടല്ല, അവൻ്റെ കുടുംബം കണ്ടിട്ടല്ല, മറിച്ച് അവൻ്റെ ആദർശം. നമ്മളൊക്കെ മുവഹിദുകളാണ്, തൗഹീദിൻ്റെ ആളുകളാണ്. ആ ആദർശം, നമ്മുടെ ഈമാൻ അതാണ് നമ്മളെ ഈ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. നമ്മുടെ തഖ്വ അതാണ് ഈ ലോകത്ത് പലതരത്തിലുള്ള മായാവിലാസങ്ങളുണ്ടായിട്ടും അതിലൊന്നും പെടാതെ നമ്മൾ ജീവിക്കാൻ കാരണം. നമ്മുടെ സിദ്ഖ്, സത്യനിഷ്ഠ, ഇതൊക്കെ സത്യത്തിൽ അള്ളാഹുവിനോടുള്ള അടുപ്പം കാരണമാണ് ഉണ്ടായിത്തീർന്നിട്ടുള്ളത്. അങ്ങനെ സ്നേഹിക്കുന്നതാണ് അൽ ഹുബ്ബു ഫില്ലാ. അങ്ങനെ സ്നേഹിച്ചതാണ് അൽ ഹുബ്ബു ഫില്ലാ. അത് അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു. ഈ അൽ ഹുബ്ബു ഫില്ലാ, അള്ളാഹുവിൻ്റെ വഴിയിലുള്ള ഈ സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ ഉദാഹരണം
അള്ളാഹുവിൻ്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമാണ്. ആ ചരിത്രം നിങ്ങൾക്കറിയാം. അവിടുന്ന് തുടങ്ങിയതാണ് ആ ചരിത്രം. ഹിജ്റയുടെ തുടക്കം മുതൽ അതുണ്ട്. ഗാർ സൗറിൽ അള്ളാഹുവിൻ്റെ റസൂൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ആ ഗുഹയുടെ ഉള്ളിലേക്ക് കടന്നത് അബൂബക്കർ സിദ്ദീഖാണ്. ആ സ്നേഹത്തിൻ്റെ ശക്തിയായിരുന്നു അത്. അദ്ദേഹം തടഞ്ഞു വെച്ചു റസൂലിനെ. എന്നിട്ട് പറഞ്ഞു, നിൽക്ക്, ഞാനൊന്നുള്ളിലേക്ക് കയറട്ടെ. കയറി ആ ഗുഹയിലുണ്ടായിരുന്ന മുഴുവൻ ചെറിയ ചെറിയ സുഷിരങ്ങളും അദ്ദേഹം അടച്ചു. ആ പൊത്തുകളിലൊക്കെ, ആ സുഷിരങ്ങളിലൊക്കെ, ആ മാളങ്ങളിലൊക്കെ പല വിഷജീവികളും ഉണ്ടാകും. അത് മഹാനായ റസൂലിനെ കടിച്ചുകൂടാ, കൊത്തിക്കൂടാ. ആ സ്നേഹത്തിൻ്റെ ശക്തി അതായിരുന്നു. ഈ സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ സ്നേഹം അറിയണം എല്ലാവരും. ഇത് ശാരീരികമായ സ്നേഹമാണ്, മാനസികമായ സ്നേഹമാണ്, സാമ്പത്തികമായ സ്നേഹമാണ്, സാമൂഹ്യമായ സ്നേഹമാണ്. ഈ 4 നിലകളിലും ഇതുണ്ടാകണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ടാണ് അദ്ദേഹത്തെ അതിലേക്ക് അബൂബക്കർ സിദ്ദീഖ് പ്രവേശിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായി. സഹോദരങ്ങളെ, അവിടെ നിന്നങ്ങോട്ടുള്ള ചരിത്രം, ഇസ്ലാമിൻ്റെ ചരിത്രം അതിമനോഹരമാണ്. അതാകണം നമ്മുടെയും ചരിത്രം. അതാകണം നമ്മുടെയും ചരിത്രം. ആദർശത്തിൻ്റെ പേരിൽ, ഈമാനിൻ്റെ പേരിൽ, തൗഹീദിൻ്റെ പേരിൽ പരസ്പരം ഉള്ളു തുറന്ന് സ്നേഹിക്കാനും അടുത്തിടപഴകാനും എൻ്റേതും നിങ്ങളേതും എന്ന് വേർതിരിച്ച് പറയാത്ത നമ്മുടേതെന്ന് പറയാനുമുള്ള ഒരു വികാരം, അത് ഞാൻ സംസാരിച്ചാൽ കിട്ടൂല. ഞാൻ ഖുതുബ പറഞ്ഞാൽ കിട്ടൂല. അതുകൊണ്ടൊന്നും കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ഈമാനിൻ്റെ മധുരം നമ്മൾ അനുഭവിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചില്ലേ, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങളുണ്ടെങ്കിൽ ഒരാൾക്ക് ഈമാനിൻ്റെ ഹലാവത്ത് കിട്ടും. ഈമാനിനൊരു മധുരമുണ്ട്. രുചിയല്ല, ടേസ്റ്റല്ല, മധുരം. വല്ലാത്ത മധുര ഈമാനിന്. അതിലൊന്നാമത്തേത് അയ്യക്കൂൻ അല്ലാഹു വറസൂലുഹു അഹബ്ബു ഇലൈഹി മിമ്മാ സിവാഹുമാ. നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു വചനമാണ്. അള്ളാഹുവും അവൻ്റെ റസൂലും മറ്റെല്ലാറ്റിനേക്കാളും പ്രിയപ്പെട്ടവനാകണം. അത് സംശയമില്ലല്ലോ, നമ്മളങ്ങനെയാണ്. നമുക്ക് അല്ലാഹ് പ്രിയപ്പെട്ടവനാണ്, റസൂൽ പ്രിയപ്പെട്ടവനാണ്, നമ്മുടെ എല്ലാറ്റിനേക്കാളും ഉപരി. രണ്ടാമത്തേത്, അതാണ് നമ്മുടെ വിഷയം, വഅൻ യുഹിബ്ബൽ മർ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. നമ്മൾ ആളുകളെ സ്നേഹിക്കണം, മനുഷ്യരെ സ്നേഹിക്കണം. എന്തിന്? നിങ്ങൾ എന്നോട് ചോദിക്കുക, എന്തിന് സ്നേഹിക്കണം? ഇയാൾ എൻ്റെ ബ്രദറാണോ, സിബ്ലിങ്സ് ആണോ, എൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണോ, ഞാനുമായി വല്ല ബന്ധവുമുണ്ടോ, എൻ്റെ ബിസിനസ് പാർട്ട്ണറാണോ? എന്തിന്? അല്ല, ലില്ലാ. നമ്മുടെ ആദർശം ഒന്നാണ്, നമ്മുടെ വഴി ഒന്നാണ്, നമ്മുടെ മാർഗം ഒന്നാണ്. ഖിബ്ലതുനാ വാഹിദ, കിതാബുനാ വാഹിദ്, റസൂലുനാ വാഹിദ്. അതാണ് നമ്മുടെ ഖിബ്ല ഒന്നാ, നമ്മുടെ കിതാബ് ഒന്നാ, നമ്മുടെ റസൂൽ ഒന്നാ, നമ്മുടെ കലിമ ഒന്നാണ്. അതുകൊണ്ട് സ്നേഹിക്കണം. ആ സ്നേഹിക്കണമെങ്കിൽ ഈമാനിൻ്റെ രുചി കിട്ടണം. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഈമാനിൻ്റെ മധുരമാണ്. അറിയില്ല ഈമാനിൻ്റെ മധുരം. ഇവിടെയുള്ള പല സ്വീറ്റ്സ് ബേക്കറികളിലെയും സ്വീറ്റ്സിൻ്റെ ടേസ്റ്റ് അറിയാമല്ലേ? അതൊക്കെ നമ്മൾ വില കൊടുത്ത് വാങ്ങി കഴിച്ചിട്ടുണ്ട്. പക്ഷെ അറിയുമോ നമുക്ക് ഈമാനിൻ്റെ മധുരം? അറിയാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അറിയണമെന്ന് നമുക്ക് പൂതി ഉണ്ടായിട്ടുണ്ടോ? സഹോദരങ്ങളെ, ഈമാനിൻ്റെ മധുരം അത് അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹത്തിൽ നിന്ന് മാത്രമേ ഉണ്ടാകൂ. അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹത്തിൽ. അതാണ് അള്ളാഹുവിൻ്റെ അസ്മാഉല്ലാഹിൽ ഹുസ്നയിൽ അതിമനോഹരമായ ഒരു ഇസ്മുണ്ട്, അൽ വദൂദ്. വഹുവൽ ഗഫൂറുൽ വദൂദ്. അൽ വദൂദ്, പകരമൊന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം. അള്ളാഹുവിൻ്റെ സ്നേഹം നമ്മൾ ഓർക്കേണ്ടത്, ആ സ്നേഹം നമുക്കൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ആ സ്നേഹത്തെ നമ്മൾ പ്രസരിപ്പിക്കണം. അള്ളാഹുവിൻ്റെ അസ്മാഉകൾക്കൊരു പ്രത്യേകതയുണ്ട്. അള്ളാഹു അത് കേവലം അള്ളാഹുവിനെ വിളിക്കാനുള്ള ഇസ്മുകളാക്കി വെച്ചതല്ല.
മറിച്ച് ആ ഇസ്മുകളിൽ നിന്ന് നാം ആവേശം ഉൾക്കൊള്ളണം. ആ ഇസ്മുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിൽപ്പെട്ടതാണ് അൽ വദൂദ്. നമ്മളൊക്കെ വദൂദുകളാകണം. പരസ്പരം സ്നേഹിക്കണം. നമുക്ക് സാധിക്കണം. അതാണ് വേണ്ടത്. നമ്മൾ അള്ളാഹുവിനെ വഴിപ്പെട്ടാൽ അള്ളാഹു അത് നൽകും. സൂറത്ത് മറിയമിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത് സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ. അതേ പദം വുദ്. ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്, നിങ്ങൾ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ, നിങ്ങൾക്ക് അള്ളാഹു വുദ് നൽകും, വുദ് തരും, വുദ് നിങ്ങളിൽ ഉണ്ടാക്കും. അറിയണം, നമ്മളെപ്പോഴെങ്കിലും വെറുത്തിട്ടുണ്ടെങ്കിൽ, അകന്നിട്ടുണ്ടെങ്കിൽ, അകൽച്ച വന്നിട്ടുണ്ടെങ്കിൽ, ഭിന്നിപ്പുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എവിടെയല്ല, ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തിലല്ല. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വേറെ കാരണമൊന്നും തരേണ്ട നിങ്ങൾ. ഇതാണ് ഒറിജിനൽ റീസൺ. കാരണം അള്ളാഹ് പറഞ്ഞതാ, ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത് സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ. നമ്മുടെ ഈമാൻ പരിശോധിക്കുക, നമ്മുടെ അമലുസ്സാലിഹാത്തുകൾ പരിശോധിക്കുക. അതാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ഈ സ്നേഹമല്ലേ, ഇതൊരു വല്ലാത്ത അനുഗ്രഹമാണ്, വലിയ നിഅമത്താണ്. അത് ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹിൻ്റെ ജീവിതം മുതൽ തുടങ്ങി മദീനയിലെ അൻസാറും മുഹാജിറുകളും തമ്മിലുള്ള സ്നേഹം ചരിത്രത്തിൽ തന്നെ അത്ഭുതമാണ്. എല്ലാ സ്നേഹങ്ങൾക്കും ഒരു ഫിലോസഫിയുണ്ട്, തത്വശാസ്ത്രം. പക്ഷേ അൻസാറുകളും മുഹാജിറുകളും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഫിലോസഫി എഴുതാൻ ലോകത്ത് ഒരു തത്വശാസ്ത്രജ്ഞനും സാധ്യമല്ല. അത് അനുഭവിക്കേണ്ടതാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, വിശ്വാസികളായ നാം അനുഭവിക്കേണ്ട ഈ സ്നേഹത്തിൻ്റെ ഫിലോസഫി ആർക്കും പറയാൻ കഴിയില്ല. ഇത് അനുഭവിക്കേണ്ടതാണ്. അൻസാറുകൾ സ്വന്തം വീടുകളും സ്വത്തുക്കളും മുഹാജിറുകളുമായി പങ്കിട്ടു. ഞാനൊന്ന് ചോദിക്കട്ടെ, പറയാൻ പറ്റുമോ ഇത്? ഇന്ന് ഒരുപാട് വീടുകളുള്ളവരില്ലേ, ഒരുപാട് സ്വത്തുക്കളുള്ളവരില്ലേ? പറ്റുമോ നമുക്ക് പങ്കുവെക്കാൻ? ഈമാനിൻ്റെ പേരിൽ പങ്കുവെക്കാൻ? എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. അത് എനിക്ക് ഈമാനിൻ്റെ രുചി കിട്ടിയിട്ടില്ല, ഈമാനിൻ്റെ മധുരം കിട്ടിയിട്ടില്ല. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ബന്ധങ്ങൾ ആദർശത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണോ? ഈമാനിനെ അടിസ്ഥാനമാക്കിയുള്ളതാണോ? തൗഹീദിനെ അടിസ്ഥാനമാക്കിയുള്ളതാണോ? തഖ്വയെ അടിസ്ഥാനമാക്കിയുള്ളതാണോ? പരിശോധിക്കണം. അതോ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ സ്നേഹിക്കുന്നത്? എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ? ചിന്തിക്കണം. മാറണം നമ്മൾ. എന്തിനു മാറണം എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ അടുത്ത് രക്ഷപ്പെടാൻ. ഞാൻ ഓതി വെച്ച സൂറത്ത് സുഖ്റുഫിലെ വചനം നിങ്ങളെപ്പോഴും കേൾക്കാറുള്ളതാണ്. അൽ അഖില്ലാഹു യൗമഇദിൻ ബഅ്ദുഹും ലിബഅ്ദിൻ അദൂ. എനിക്ക് അത് വായിക്കാൻ പ്രയാസ. അൽ അഖില്ല, ഖലീൽ എന്നതിൻ്റെ ബഹുവചനമാണ്, പ്ലൂറലാണ് അഖില്ല. ഖലീൽ എന്താ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഖലീലുർ റഹ്മാൻ നമ്മൾ കേട്ടിട്ടില്ലേ? ഖലീൽ അത് വല്ലാത്ത ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. എന്ത് ഖലീൽ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു, വേറെ ആരുമില്ല എനിക്ക്, നീ എൻ്റേത് മാത്രമാണ്. അതാണ് ഖലീൽ. ഖുല്ലത്തിൽ നിന്നാണ് വന്നത്. അൽ അഖില്ലാ യൗമഇദിൻ ബഅ്ദുഹും ലിബഅ്ദിൻ അദൂ. അന്ന് അള്ളാഹുവിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് എല്ലാ ഫ്രണ്ട്ഷിപ്പും, എല്ലാ ഫ്രണ്ട്സും അദൂവുൻ, ശത്രുക്കളാണ്. നിങ്ങൾ പലരുടെയും തോളിൽ കൈ വിട്ട് നടന്നില്ലേ? നിങ്ങൾക്ക് ഒരുപാട് ബിസിനസ് പാർട്ട്നേഴ്സ് ഇല്ലേ? ഒരുപാട് റിലേഷൻസിലൂടെ ഉണ്ടായ ഫ്രണ്ട്സ് ഇല്ലേ? അദൂവുൻ, ശത്രുവാകും. ഇല്ലൽ മുത്തഖൂൻ, എന്നിട്ട് അല്ലാഹ് നമ്മളെ സ്നേഹത്തോട് കൂടി പിടിച്ച് പറയുന്നൊരു വാക്കുണ്ട്, യാ ഇബാദി, യാ ഇബാദി. അത് സ്നേഹം മുറ്റുമ്പോൾ അല്ലാഹ് വിളിക്കണ, യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കും വലാ ഹും യഹ്സനൂൻ. ഈ ഒരു സ്നേഹത്തിൻ്റെ ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല, പേടിക്കേണ്ടി വരികയില്ല. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ശ്രദ്ധിക്കണം. ഈ ഒരു ബ്രദർഹുഡ്, ഉഖുവ ഇസ്ലാമിയ, അൽ ഉഖുവ ഫില്ലാ, ഇത്
നിലനിർത്തി പോകണം. നമുക്കതിന് സാധിക്കണം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, വിശ്വാസികൾ തമ്മിൽ കാണുമ്പോൾ നമ്മളെ പരിശോധിക്കാനാട്ടോ, വേറെ ആരെയും നിങ്ങൾ നോക്കണ്ടേ. ഞാൻ ഈ അടയാളങ്ങൾ പറയുന്നത്, എണ്ണിപ്പറയുന്നത് നമ്മളെ പരിശോധിക്കാനാണ്. ഒന്ന്, നമ്മൾ കാണുന്നത് നല്ല മുഖത്തോടു കൂടിയായിരിക്കണം, സന്തോഷത്തോടു കൂടിയായിരിക്കണം. എന്നെ കാണുമ്പോൾ നിങ്ങളുടെ നെറ്റി ചുളിഞ്ഞു പോകരുത്, നിങ്ങളുടെ മുഖം പ്രകാശിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് പറയാനാകണം എന്നോട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അതെൻ്റെ ഹൃദയത്തിൽ നിന്ന് വരണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു വാചകമുണ്ട്, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅൻ. നന്മയിൽ നിന്നൊന്നും നീ നിസ്സാരമാക്കി കളയരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖ്. നിന്റെ സഹോദരനെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട്, ഒരു സുസ്മേര വദനനായി സന്തോഷത്തോടുകൂടി അവനെ സംബോധന ചെയ്യാൻ നിനക്കാവണം. എന്തിനാണ് നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ നിങ്ങളുടെ മുഖം ചൊളിഞ്ഞു പോയത്? നിങ്ങളുടെ നെറ്റി എന്തിനാ ചൊളിഞ്ഞു പോയത്? അതെൻ്റെ ഹൃദയത്തിൻ്റെ തകരാറാണ്. പാടില്ല സുഹൃത്തുക്കളെ, പാടില്ല. അതാണ് നമ്മുടെ ജീവിതം, അങ്ങനെയാകണം. രണ്ടാമത്തെ കാര്യം, സഹോദരങ്ങളെ, സ്നേഹിക്കുന്നവർ തമ്മിൽ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ പരസ്പരം ഗിഫ്റ്റുകൾ കൈമാറണം. ഹദിയ, വലിയ സാധനമൊന്നും വേണ്ട. ഹദിയയുടെ ക്വാണ്ടിറ്റിയോ ക്വാളിറ്റിയോ അല്ല പ്രശ്നം. ആ ഹദിയ കൊടുക്കാനുള്ള മനസ്സിൻ്റെ ഇഷ്ടമാണ് പ്രശ്നം. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു വാചകമുണ്ട്, തഹാദു തഹാബു. തഹാദു തഹാബു. പണ്ടിതുണ്ടായിരുന്നു. നിങ്ങൾ പരസ്പരം ഹദിയ കൊടുക്ക്, എന്നിട്ട് നിങ്ങൾ സ്നേഹത്തെ നിലനിർത്ത്. നമ്മൾ ശ്രമിക്കണം സഹോദരന്മാരെ. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം, നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യണം. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നമുക്ക് സാധിക്കുമോ അങ്ങനെ ഒരു ദുആ? അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചില്ലേ, മാ മിൻ മുസ്ലിമിൻ യദ്ഉ ലി അഖീഹി ബിളഹ്രിൽ ഗൈബി ഇല്ലാ ഖാലൽ മലക് വലക ബിമിഥൽ. ഞാനറിയാത്ത, ഇവിടെയില്ലാത്ത ഒരു മനുഷ്യന് വേണ്ടി, എൻ്റെ സഹോദരന് വേണ്ടി, ആദർശത്തിലുള്ള എൻ്റെ സഹോദരന് വേണ്ടി ഞാൻ ദുആ ചെയ്യുമ്പോൾ എൻ്റെ പിന്നിൽ എൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന മലക്ക് വിളിച്ചു പറയും, വലക ബിമിഥൽ, നിനക്കും അതുപോലെയുള്ളത് കിട്ടട്ടെ എന്ന്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കൂ. ഇത് അയാളുടെ ജീവിതത്തിൽ മാത്രമല്ല, ആ വ്യക്തിയുടെ മരണാനന്തരവും അയാൾക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാനാകണം. അയാൾ കേൾക്കുന്നില്ല, ശരിയാണ്. അയാൾ അറിയുന്നില്ല, ശരിയാണ്. പക്ഷേ അള്ളാഹു അറിയുന്നുണ്ട്. നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ എത്ര രാത്രികളാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ബഖീഇലേക്ക് നടന്നതെന്ന് നിങ്ങൾക്കറിയില്ലേ? ബഖീഇലേക്ക് എത്ര സന്ദർഭങ്ങൾ. എന്തിനായിരുന്നു ബഖീഇലേക്ക് റസൂലുള്ള കടന്നു ചെന്നത്? നമ്മളറിയണം, റസൂലുള്ള ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാനാണ്. നമുക്ക് സാധിക്കണം. ആ ദുആ വലിയ സ്വാധീനമുള്ളതാണ്. നാലാമത്തെ കാര്യം, സഹോദരങ്ങളെ, സ്നേഹിക്കുന്നവരോട് നാം പറയണം, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയണം. നമുക്ക് പറയാൻ സാധിക്കും. ഐ ലവ് യു എന്നതൊരു മോശമായ വാക്കല്ലേ? അങ്ങനെയാണ്. അതല്ലെങ്കിൽ അതിനെ നമ്മൾ മോശമാക്കി നമ്മളൊന്നും കൂടി പറയണം, ഐ ലവ് യു. എങ്ങനെ? ഫില്ലാ, ഇൻ സേക്ക് ഓഫ് അല്ലാഹ്. അൽ ഹുബ്ബു ഫില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു സദസ്സിൽ സഹാബികൾ ഇരിക്കുകയാണ്. ഒരാൾ നടന്നു പോകുന്നു. കൂടെ ഇരിക്കുന്ന ഒരാൾ പറഞ്ഞു, റസൂലേ, എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. റസൂൽ ഈ പറഞ്ഞവനോട് ചോദിച്ചു, നിനക്കിഷ്ടമാണോ? ആ. എന്നിട്ട് നീ അത് അവനോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എങ്ങനെ അറിയും? നീ ചെല്ല് അവൻ്റെ അടുത്ത്, എന്നിട്ട് പറയ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഈ മനുഷ്യൻ എഴുന്നേറ്റ് ഓടി ആ മനുഷ്യൻ്റെ പുറകെ, എന്നിട്ട് പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്. എന്തായിരിക്കും ആ അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ സ്നേഹം പുറത്തു പറയുമ്പോഴുള്ള അവസ്ഥ. ഇന്ന് പല സ്നേഹങ്ങളും പുറത്തു പറയുമ്പോൾ വല്ലാത്തൊരു വികാരം ഉണ്ടാകാറുണ്ടല്ലേ ശരീരത്തിനൊക്കെ. ഇത് ശരീരത്തിന് മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതം മുഴുവൻ വൈകാരികമാക്കും. ആ മനുഷ്യൻ തിരിച്ചു വന്നു. ഈ പറയാൻ പോയ ആളുടെ കൂടെ റസൂലുള്ളാഹിൻ്റെ സദസ്സിലിരുന്നു. ആ മനുഷ്യനെ കണ്ടപ്പോൾ റസൂലുള്ളാഹിക്ക് ഭയങ്കര സന്തോഷമായി. റസൂലുള്ളാഹി പറഞ്ഞു, നീ അവനോട് തിരിച്ചു പറയണം, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ഒരു വാചകം,
അഹബ്ബക്കല്ലദീ അഹ്ബബ്തനീ ലഹ്, അഹബ്ബക്കല്ലദീ അഹ്ബബ്തനീ ലഹ്. ആർക്ക് വേണ്ടിയാണോ നീ എന്നെ സ്നേഹിച്ചത് അവൻ നിന്നെ സ്നേഹിക്കട്ടെ. ആർക്ക് വേണ്ടിയാണോ നീ എന്നെ സ്നേഹിച്ചത് അവൻ നിന്നെ സ്നേഹിക്കട്ടെ. ആർക്ക് വേണ്ടിയാണ് സ്നേഹിച്ചത്? അള്ളാഹ്ക്ക് വേണ്ടി. ആ അള്ളാഹു നിന്നെ സ്നേഹിക്കട്ടെ. എന്താ കിട്ടാൻ പോകണമെന്ന് ആലോചിച്ച് നോക്കൂ. ഭയങ്കര സംഭവമാണ്. അപ്പോൾ പറയണം. 5-ാമത്തെ കാര്യം, സ്നേഹിക്കുന്നവർ പരസ്പരം കാണണം. എപ്പോഴെങ്കിലുമൊക്കെ കാണണം. ഇപ്പോൾ കാണാൻ നമ്മൾ ഫിസിക്കൽ വരുമെന്നും വേണ്ടല്ലോ, അല്ലാത്തൊരുപാട് കാഴ്ചയുമുണ്ട്. എങ്ങനെയെങ്കിലും കാണണം, ആ മുഖം കാണണം. ആ മുഖം എനിക്ക് പരിചയമല്ലാത്തൊരു മുഖമാകരുത്. ഞാൻ എവിടെയോ അങ്ങനെയല്ല, കാണാൻ ശ്രമിക്കണം. സിയാറത്ത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ആ കാണലിനെ കുറിച്ച് പറഞ്ഞത് എപ്പോഴും കാണുകയല്ല. ആ കാണലും ആ വിസിറ്റുമൊക്കെ അവനൊരു പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിലല്ല, സന്തോഷമുണ്ടാക്കുന്ന രൂപത്തിൽ. എന്ന് വെച്ചാൽ എപ്പോഴുമല്ല, എപ്പോഴെങ്കിലുമൊക്കെ അവനെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവനെ വിളിച്ച് ചോദിക്കുക, എനിക്ക് നിന്നെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, ഞാനൊന്ന് വരട്ടെ എന്ന്. എന്തായിരിക്കും അപ്പം ഉണ്ടാകുക? ഞാനൊന്ന് കാണാൻ വരട്ടെ നിന്നെ, എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. റസൂലുള്ളാഹിന്റെ വസിയ്യത്താ. ഹബ്ബ് വർദ്ധിക്കും, ഹബ്ബ് കൂടും. സഹോദരങ്ങളെ, ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. 6-ാമത്തെ കാര്യം, ആവശ്യങ്ങൾ നിർവഹിക്കാൻ, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ, നമുക്ക് കഴിയാവുന്ന ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് പ്രധാനമാണ്. സ്നേഹിക്കുന്നവരുടെ അടയാളം അതാണ്. എൻ്റെ ആവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിച്ചത് പറ്റുമെങ്കിൽ അയാൾ പറയാതെ നിങ്ങൾക്കത് നിർവഹിച്ചു കൊടുക്കാൻ കഴിയണം. അറിയാതെ പറ്റുമെങ്കിൽ വലിയ കാര്യമാണ്. ഇത് പറഞ്ഞാൽ തീരാത്തൊരു വിഷയമാണ്. സത്യത്തിൽ നമ്മുടെ ഈ സ്നേഹത്തിൻ്റെ ശക്തി അറിയണമെങ്കിൽ ഇതൊക്കെ ഒന്ന് വിശദീകരിച്ച് തന്നെ പറയണം. എൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്. വല്ലാത്തതാണ്. അറിയാതെ നൽകണം. സഹാബത്ത് ചെയ്തത് എന്താ അറിയുമെങ്കിൽ, ചെരുപ്പ് വെച്ച സ്ഥലത്ത് ആ ആവശ്യക്കാരൻ്റെ ആവശ്യം അയാളുടെ ചെരുപ്പിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കുമായിരുന്നു. ആലോചിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്കിത്? എന്നിട്ട് ചെരുപ്പിടാൻ വരുമ്പോൾ അത് കാണും. ചോദിച്ച് ചെല്ലുകയല്ല, അന്വേഷിച്ച് ചെല്ലുകയല്ല, അപ്ലിക്കേഷൻ വാങ്ങി കാത്തിരിക്കുകയല്ല, അന്വേഷിച്ച് പ്രയാസപ്പെടുത്തുകയല്ല. സാധിക്കണം നമുക്ക്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഏറ്റവും അവസാനമായി സഹോദരന്മാരെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്നേഹിക്കുന്നവരുടെ ഐബുകൾ നമ്മൾ മറച്ചു വെക്കണം. ഐബ് എന്ന് പറയുന്ന ന്യൂനതകൾ, കുറവുകൾ, മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ന്യൂനതകൾ മറച്ചു വെക്കണം. എനിക്ക് കുറേ ഐബുണ്ടാവും, ഞാൻ ആരും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളത് കാണണ്ടാവും, നിങ്ങൾ മറച്ച്. സത്തർ എന്ന് പറഞ്ഞൊരു സംസ്കാരം അത് ഇസ്ലാമിലേ ഉള്ളൂ. സത്താർ എന്ന പേരിൽ നിന്നാണ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ നിന്നാണ് സത്തർ വന്നത്. സത്തർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ക്രീനിട്ട് മറച്ചു വെക്കുകയല്ല, മറിച്ച് ആ മറച്ചു വെക്കലിൻ്റെ ഉള്ളിലും ഒരു ശാസ്ത്രമുണ്ട്. ആരും അറിയാതെ അവനോട് പറഞ്ഞു കൊടുത്ത് മറച്ചു വെച്ച് ജനങ്ങളുടെ മുമ്പിൽ എടുത്തിടരുത്. എൻ്റെ ന്യൂനത നിങ്ങൾ കണ്ടാൽ എൻ്റെ അടുത്ത് പറയും, സ്നേഹത്തോടു കൂടി പറയും, ഇഷ്ടത്തോടു കൂടി പറയും, അടുത്ത് പറയും, ആരും കേൾക്കാതെ എൻ്റെ ചെവിയിലൂടെ പറയ്. അതല്ലേ സ്നേഹം? സഹോദരങ്ങളെ, ശ്രദ്ധിക്കുക. ഇങ്ങനെ ജീവിച്ചാൽ നമുക്ക് ഇൻഷാ അല്ലാഹ്, റസൂലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ നേരെ സ്വർഗത്തിലേക്ക് പോകും. അതല്ലേ നമ്മുടെ ആവശ്യം? അള്ളാഹു ആ ദാറുസ്സലാമിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാനുള്ള മഹാസൗഭാഗ്യം എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ ഓർത്ത് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന് വേണ്ടി ഒരാളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ അവന് വേണ്ടി ദുആ ചെയ്യും. ഉറപ്പാണ്, ഒരു സംശയവുമില്ല. അവന് വേണ്ടി നമ്മൾ ദുആ ചെയ്യും.
നമ്മളെപ്പോഴും ആ ദുആ നമ്മുടെ അടുത്തുണ്ടല്ലോ അല്ലേ? വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ റബ്ബന ലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കൂ, എന്താണ് ആ ദുആന്റെ ശക്തി എന്നത്. റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ. സബഖൂന ബിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയവരെ കുറിച്ചാണ് പറയണത്, ജീവിച്ചിരിപ്പവരെ കുറിച്ചല്ല. മരിച്ചുപോയവരെ കുറിച്ച് നമ്മൾ ദുആ ചെയ്യും. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ദുആന്റെ ശക്തി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എത്രയെന്നുള്ളത്? നമ്മളറിയാത്ത മില്യൺസ് ഓഫ് മനുഷ്യർക്ക് വേണ്ടി, മുഅ്മിനുകൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നു. അതല്ലേ നമ്മൾ, അതല്ലേ മുസ്ലിം എന്ന് പറഞ്ഞാൽ. രണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും. അവനെക്കുറിച്ച് ഗീബത്ത് പറയൂല, പരദൂഷണം പറയൂല, ഏഷണി പറയൂല, ശത്രുത ഉണ്ടാക്കുന്ന വാക്കുകൾ പറയില്ല. ഞാൻ പറഞ്ഞതുപോലെ അവൻ്റെ തെറ്റുകൾ മറച്ചു വെക്കും, അവനെ നന്മയിലേക്ക് ക്ഷണിക്കും, അവൻ്റെ ദുഃഖത്തിൽ കൂടെയുണ്ടാകും, അവൻ്റെ സന്തോഷത്തിൽ, അവൻ്റെ വിജയത്തിൽ സന്തോഷിക്കും, അവൻ്റെ സന്തോഷത്തിൽ ഭാഗവാക്കാകും. നിങ്ങൾ ആലോചിക്കൂ, ഇതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? ഇന്ന് നമ്മുടെ സമൂഹത്തെ തകർക്കുന്നത് എന്താ നമ്മൾ ആലോചിക്കും? മുസ്ലിം ഉമ്മത്തിനെ തകർത്തത് എന്താണോ ഹിജ്റയിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ ആ സമൂഹത്തിൽ നട്ടു വളർത്തിയത്, അത് നമ്മൾ പറിച്ചെറിഞ്ഞു. വൈരമാണ് പരസ്പരം, ശത്രുതയാണ് പരസ്പരം. ഇത് സഹോദരങ്ങളെ, ഇതൊരു പ്രദേശത്തോ ഒരു സ്ഥലത്തോ ഉള്ളതല്ല. ഇത് ഈമാനില്ലാത്തതിൻ്റെ ലക്ഷണമാണ്. ഇത് ഈമാനിൻ്റെ മധുരം അനുഭവിക്കാത്തതിൻ്റെ ലക്ഷണമാണ്. അറിയണം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതൊരു വലിയ വിഷയമാണ്. ഈ രംഗത്ത് ഏറ്റവും വലിയ പരീക്ഷണം എന്താണെന്നറിയോ? നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ എളുപ്പമാണ്, ഭയങ്കര ഈസിയാണ്, ഈ പ്രശ്നമൊന്നുമില്ല, എളുപ്പമാണ്. പക്ഷേ നമ്മളെ വേദനിപ്പിച്ചവരെ സ്നേഹിക്കാനാവുമോ? വേദനിപ്പിച്ചവരെ സ്നേഹിക്കാൻ പറ്റുമോ? ഇതാണ് ഏറ്റവും വലിയ പരീക്ഷണം. വിശ്വാസികൾ അറിയേണ്ട ഏറ്റവും വലിയ പരീക്ഷണം ഇതാണ്. വേദനിപ്പിച്ചവരെ സ്നേഹിക്കാനാവുമോ? അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കാനാവുമോ? അത് നമ്മുടെ ഈമാനിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അത് യൂസുഫ് അലൈഹിസ്സലാം സഹോദരങ്ങളെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരങ്ങളെ സ്നേഹിച്ചത്? ആക്രമിച്ചവനല്ലേ, വേദനിപ്പിച്ചവരല്ലേ, കഷ്ടപ്പെടുത്തിയവരല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഇങ്ങനെ സ്നേഹിച്ചാൽ കിട്ടുന്ന പ്രതിഫലം അത്യത്ഭുതകരമാണ്. അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഖിയാമത്ത് നാളിൽ, ഐനൽ മുതഹാബൂന ഫീ ജലാലി. അവർക്കേ സാധിക്കൂ. ഐനൽ മുതഹാബൂന ഫീ ജലാലി. അവൻ വെറുത്തവനാണ്, എന്നെ വെറുത്തു, എന്നെക്കുറിച്ച് അത് പറഞ്ഞു, പഴി പറഞ്ഞു, മോശം പറഞ്ഞു, എന്നിട്ട് ഞാൻ അവനെ വെറുത്തില്ല. പറ്റുമോ? എപ്പോഴെങ്കിലും സഹാബികൾക്കിടയിൽ ഇത്തരം പ്രതിസന്ധി ഉണ്ടായാൽ അവർ പറഞ്ഞു കൊടുത്ത ഉപദേശമുണ്ട്, പരസ്പരം പറഞ്ഞ ഉപദേശം. നിങ്ങൾ ആ വെറുത്തവനൊരു ചെറിയ ഗിഫ്റ്റ് കൊടുത്തേക്കുന്നേ, അപ്പം ശരിയാവും. പറ്റുമോ? സ്നേഹിക്കുന്നവന് ഗിഫ്റ്റ് കൊടുക്കാൻ നമുക്കറിയാം, പക്ഷെ വെറുക്കുന്നവന് ഗിഫ്റ്റ് കൊടുക്കുന്ന മനഃശാസ്ത്രത്തെക്കുറിച്ച് എന്തു പറയും നിങ്ങൾ? അതാണ് ഇസ്ലാം, അതാണ് ഉഖ്വത്തുൻ ഇസ്ലാമിയ, അതാണ് നമ്മൾ മുത്തഖൂൻ എന്ന് പറഞ്ഞത്. അവർക്കാണ് ദുഃഖമില്ലാത്ത, സങ്കടമില്ലാത്ത ജീവിതമുണ്ടാവുക. അള്ളാഹു പറഞ്ഞു നിർത്തി, അന്ന് അങ്ങനെ സ്നേഹിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അൽ യൗമ ഉളില്ലുഹും യൗമ ലാ ളില്ല ഇല്ലാ ളില്ലി. എൻ്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ദിവസം അവർക്ക് ഞാൻ തണൽ നൽകും. നമുക്ക് സാധിക്കണ്ടേ സഹോദരങ്ങളെ? സാധിക്കണം. അവിടെയാണ് നമ്മുടെ വിജയം. ഇന്ന് നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ആത്മപരിശോധന ഈ വിഷയത്തിൽ നമ്മളൊക്കെ നടത്താം. ഒരു ആത്മപരിശോധന നമ്മൾ സ്വയം ചോദിക്കുക, ഞാൻ അള്ളാഹുവിൻ്റെ പേരിൽ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ആരെയെങ്കിലും അള്ളാഹുവിൻ്റെ പേരിൽ സ്നേഹിക്കുന്നുണ്ടോ? നോക്കണം. എൻ്റെ സുഹൃത്തുക്കൾ, ഞാൻ സ്നേഹിച്ചവർ എന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നുണ്ടോ? നമ്മൾ പരിശോധിക്കണം. എൻ്റെ ഹൃദയത്തിൽ മുസ്ലിങ്ങളിൽ ആരോടെങ്കിലും അസൂയയോ വൈരമോ ശത്രുതയോ ഉണ്ടോ? പരിശോധിക്കണം. എന്നിട്ട് നമ്മളെ മാറ്റണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളറിയാത്ത വിജയം നമ്മളെ തേടിയെത്തും.
ആ വിജയം അള്ളാഹു ആകാശത്ത് നിറക്കി തരുന്ന വിജയമാണ്. അതാണ് ബദറിൽ ലഭിച്ചത്. അതാണ് തുടർന്നുള്ള എല്ലാ സന്ദർഭങ്ങളും ലഭിച്ചത്. അതാണ് മദീനയുടെയും മക്കയുടെയും ചരിത്രം. ഹജ്ജിന് പോയി വന്ന ആളുകൾ കണ്ടിട്ടില്ലേ? ഹാജിമാരുടെ ചരിത്രം അതാണ്. ഹാജിമാരുടെ ചരിത്രം അതാണ്. ഹജ്ജിനൊന്നിച്ചു പോയി സ്നേഹിച്ച് എന്തൊരു സ്നേഹമാണ് ഹജ്ജിൻ്റെ സ്നേഹം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊരു സ്നേഹം. എത്ര കൊല്ലം മുമ്പ് ഹജ്ജ് ചെയ്തതാ ഒന്നിച്ച്, എന്നിട്ടും ആ സ്നേഹം. അതേതാ സ്നേഹം? അത് മദീനയിൽ പൂവിട്ട സ്നേഹമാണ്. മക്കയിൽ നിന്ന് കൊണ്ടുപോയി മദീനയിൽ പൂവിട്ട്, മദീനയിൽ നട്ടുവളർത്തി പൂവിട്ട സ്നേഹമാണ്. അതാണ് ആ സ്നേഹത്തിൻ്റെ പ്രാധാന്യം. അല്ലാഹു തആല അങ്ങനെ സ്നേഹിക്കുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക നബിയ്യിന മുഹമ്മദ്. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في كل مكان. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في فلسطين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم ألف بين قلوبنا. اللهم ألف بين قلوبنا ووحد صفوفنا وأدخلنا في جناتك الفردوس بحبنا وحبك يا سبحانك يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين.